എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തീരെയും ഓയിൽ ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി 1/2 ബൗള് തേങ്ങ തിരുകിയത് എടുത്തിട്ടുണ്ട്. അതും മാവിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ അപ്പത്തിന് അരച്ച് വയ്ക്കുന്ന മാവിൽ നിന്ന് 1 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. സാധാരണ ഈസ്റ്റ് എല്ലാം ചേർത്ത് അരച്ച അപ്പത്തിൻ്റെ മാവാണ്. അത് 1 തവി ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തു. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഏലക്കായും ജീരകവും പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇത് ലൂസാക്കി എടുക്കാം മാവ്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂണ് പഞ്ചസാര മതിയാകും. നന്നായി പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഇത് നല്ല മധുരം ഉണ്ടാവും. അതും കൂടി അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. തീരെ ലൂസും ആവണ്ട, തീരെ കട്ടിയാകാത്ത ഒരു പാകത്തിന് വേണം മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴം അരിഞ്ഞത് ഇട്ട് മുക്കിയെടുക്കാവുന്നതാണ്. 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 1 ഏത്തപ്പഴം 3 ആയിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത പീസ് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. മൂന്ന് പീസാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാവിൽ മുക്കി ഞാൻ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. പാത്രം ചൂട് കൂടി അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചൂടായ പാത്രത്തിലേക്ക് ഓരോന്ന് ഒക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ 2 പീസ് മാത്രമേ ഇടുന്നുള്ളൂ. അത് അടുപ്പിച്ചിടുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചെങ്കിൽ എന്താന്ന് വെച്ചിട്ട് അത് 2 പീസ് മാത്രമേ ഇട്ടുള്ളൂ. ഉടനെ തന്നെ ഒന്ന് അടച്ച് വയ്ക്കുക. ഇനി ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പാകത്തിനുള്ള വേവായിട്ടുണ്ടാകും. ഈ അടച്ചു വയ്ക്കുന്നത് കൊണ്ട് തന്നെ മീതെയുള്ള മാവും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടാകും. പഴവും നല്ലപോലെ വെന്ത് കറക്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എണ്ണയിൽ വറുക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇപ്പം എടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് ബട്ടറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം ചേർത്ത് അത് തന്നെ മതിയാകും. ഞാൻ ഇതുപോലെ തന്നെ മാവ് മുക്കി പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. രണ്ട് പീസും ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് അടച്ച് വയ്ക്കുക. കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ബട്ടറൊക്കെ ഇട്ട് നല്ല മൂപ്പിച്ച് എടുക്കാവുന്നതാണ്. നല്ല മൊരിഞ്ഞ് വരും. അപ്പം ഒന്ന് മറിച്ചിട്ട് പാകത്തിന് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ഇടുന്ന മാവ് മൊത്തത്തിലായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണത്.
അതൊന്ന് മാവ് കൂടിയത് കാരണം ചേർന്ന് പോയിട്ടുണ്ട്. ഈസി ആയിട്ട് മറിച്ചിടാവുന്നതേ ഉള്ളൂ. എണ്ണ പലഹാരം കഴിക്കാൻ പറ്റാത്തവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.